പ്യോ പ്യോ കാവ് പ്യോ ഞങ്ങൾ തുടങ്ങിയിട്ടാ. ഇതാണ് അച്ചാർ, കയ്പങ്ങ അച്ചാറാണ്. ഇതും കയ്പങ്ങ അച്ചാർ, ഇത് നാരങ്ങ അച്ചാർ. ഈ ഇതേറ്റ് ഒരു പിടുത്തം പിടിക്കാണ്ട് ഡേറ്റ് ഇതാ രാത്രി 10 മണിക്കാണ് ടൈമ്. അപ്പോൾ ഞങ്ങൾ ഇത് കഴിക്കട്ടാ, നോക്കട്ടാ. അടിപൊളി സാധനം, ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ഇതൊരാൾ പറഞ്ഞത് നല്ലത്. കുടിച്ചും കൊണ്ടേയിരിക്കും, അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. പറയാൻ വാക്കില്ല. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഇവിടെ കൂടെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അതേമാതിരി പറഞ്ഞുതരാം. എല്ലാ സാധനവും എന്നെക്കൊണ്ട് പറഞ്ഞ് റെഡിയാക്കി തരാം. ഓക്കെ, ഇതാണ് സംഭവം കേട്ടോ. ഇതാണ് ഞാൻ ഈ പറഞ്ഞ സാധനം. ഇതിലല്ലാണ്ട് ഇതിൻ്റെ കൂടെ ഒരു അച്ചാറുണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. ഇത് അല്ലേ, ഒരു പുടുത്തണ്ട് പിടിച്ച തക്കാളി എല്ലാം ഉണ്ട് ഇതിൽ. നല്ല രസമാണ്. ഇതിങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് എൻ്റെ പറമ്പിൽ നിന്ന് ഞങ്ങളെ തെങ്ങും തോട്ടത്തിലേ അവിടെ സ്വിമ്മിംഗ് പൂളിൽ പണ്ട് കുളിച്ചിരുന്നല്ലോ. അവിടെ ഇപ്പോൾ ഇന്നലെ 21-ാം തീയതി 20-ാം തീയതി ഏറ്റവും പോയി ഇത് സംസുക്ക ഒരു 5-6 പൊട്ടിച്ചതന്നെ. ഓമക്കായ, ഞങ്ങൾ ഓമക്കായ എന്നാ പറയുക, പപ്പക്കായ എന്തോ പറച്ചിലുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം പൊഴുത്തിക്കണേ. പിന്നെ മാങ്ങ ഞാൻ 22-ാം തീയതി 22/5/2025 മാങ്ങ വാങ്ങിയതാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുരുവില്ല. കുരു ഒരു 5-6 കിട്ടി. മറ്റേ വേറൊന്നും ഉണ്ടായിട്ട് അതിന്മേൽ ഒറ്റ കുരു ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ കുരു ഒരു ഇതിലാക്കി മണ്ണിലാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ചാവട്ടെ വെച്ചിട്ട്. പക്ഷേ മാങ്ങക്ക് 120 ഉറുപ്പ്യാണ്. ഇത് എന്തോ ഒരു പടച്ചോൻ്റെ വീടുകൊണ്ട് പറമ്പിലുണ്ടായ മുതലാക്കാരം ഇതിൻ്റെ മുകളിലൊന്നും ഉണ്ടാവില്ല. ഇതിലിങ്ങനെ ചിലപ്പോൾ മാങ്ങല്ല, ഇതിലൊക്കെ എന്തെങ്കിലും ഒരു മായം ചേർത്തിട്ടാക്കാരോ ഈ സാധനം ഇറക്കുക. പിന്നെ ഞാൻ പറയാനുള്ള എന്താ അറിയോ, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതൊരു തരം കഞ്ഞിയാണ്. ഇവൻ്റെ നാട്ടിലുണ്ടാക്കണ ആ ചെറുക്കൻ്റെ നാട്ടിലുണ്ടാക്കണ ഒരു തരം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവനോട് ഇത് ഉണ്ടാക്കാൻ പറയും. ഇതിൻ്റെ പല സാധനങ്ങളും ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ അച്ചാറും പപ്പടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാ നമ്മുടെ ചാക്കേരിൽ ഇതിൽ ഉരുളങ്കിഴങ്ങും അതുപോലെ പല സാധനങ്ങളും ചേർത്ത് പരിപ്പും ഒക്കെപ്പാടെ ഇട്ടിട്ട് എന്നിട്ട് ഫ്രൈ ആക്കിയിട്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ അത്യാവശ്യത്തിന് ആവശ്യമുള്ള അരി എത്ര വേണ്ട ചായ ഇട്ടിട്ട് 2 ഗ്ലാസ് ഇട്ടിട്ട് എന്നിട്ട് പിന്നെ ഇതാണ്ട് കുടിക്കുക. എന്ത് ടേസ്റ്റാന്ന് പറയുക. ഇതിലെല്ലാ സാധനവും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം. ഇതിലെവിടെ കാണി ഇതിങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ ഇതിന് ഇവിടെ ബോംബെയിൽ കിച്ചടി എന്ന് എന്തോന്ന് പറഞ്ഞാണ്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് അത് സംഭവം കേട്ടോ. ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം യൂട്യൂബിൽ ഒരു ദിവസം ഉണ്ടാക്കി നോക്കി. എന്നിട്ട് നിങ്ങൾ എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഞാൻ വെറുതെങ്കിലും നിങ്ങളെ ആരും കൊള്ളിക്കൂല. കാരണം ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ ഇനി ഒരു ദിവസം കൊണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് എൻ്റെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ട്. കാരണം അത്രയും എന്തപ്പോൾ ഇങ്ങോട്ട് പറയും. ഇത് നമ്മൾ പണ്ടത്തെ കാലത്തുണ്ടാവില്ല നമ്മളെ അമ്മമാർ ചക്കക്കുരു മുളും കറി ഇട്ടിട്ട് എന്തൊക്കെ ചേർത്തിട്ട് വലൈക്കും സലാം ചക്കക്കുരു മുളും കറിയൊക്കെ ഇട്ടിട്ട് പഴങ്കഞ്ഞി ഉണ്ടാവുമല്ലോ രാവിലെ. ആ കഞ്ഞിൽ എൻ്റെ അമ്മ ചെയ്യണതാണ്. ഒക്കപ്പാട ചക്കക്കുരിൻ്റെ കറി ഉണ്ടാവും. ആ ഒക്കപ്പാട ഇട്ടിട്ട് 2 കൊട്ടക്കൈയിലുണ്ട് ഞങ്ങൾ. അതാ ചെറുപ്പത്തിലേക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകണില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇന്നിട്ട് പിടിക്കണതാണ്. ഉമ്മാട്ടി കഞ്ഞി പിടിച്ചോന്ന് പറയുന്നുണ്ട്. ഇത് അപ്പോൾ ഒക്കപ്പാടെ കൂടിയിട്ട് ഉമ്മ ഇങ്ങനെ ഒരു കൊടുത്താൻ പിടിച്ചിട്ട് കുടിക്കണതാണ്. അത് നല്ല രസമാണ്. അവരാ കുടി കാണാം. ചെറിയൊരു കയ്യിലുണ്ടാവും. കുറച്ചോനെ കാലങ്ങളൊക്കെ പഴയ കാലങ്ങളൊക്കെ ഇനി തിരിച്ചിട്ടൊന്നും ഇവിടെ തിരിച്ചിട്ടാണ്. അന്നത്തെ കാലമൊക്കെ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പക്ഷെ ഇത് എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഒരു കുടിക്കാൻ പോകേണ്ട കുറച്ചൊന്ന് ചണ്ട ചൂടാണ്. ഇന്നിപ്പോൾ 22/5/2025 അത് കഴിഞ്ഞാൽ ഇത് നമ്മളെ പറമ്പിൽ കിട്ടിയ മുതലും ഇത് ഞാൻ 150 ഉറുപ്പ്യ 160 ഉറുപ്പ്യ 130-നാണോ 120 മാങ്ങ മേടിച്ച് ഇവിടെ കൊടുന്നിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, ഇത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയാൽ ഞാൻ ഈ വീഡിയോ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ.
എല്ലാവരോടും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും വേണ്ടിയിട്ട് ഞാൻ ഈ സംഭവം നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരാണ്.